പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 2-ാം തീയതി ആമേൻ, നമ്മുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 2-ാം ദിവസം ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ആ നല്ല കർത്താവിന് ഇന്ന് സ്തോത്രം പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചിരിക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 2-ാം ദിവസം പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഇന്നലത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്നലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹമാക്കി തീർത്തതിനായിട്ട് സ്തോത്രം. ഇന്നലെ ഞങ്ങൾക്ക് കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാൻ അങ്ങ് കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, 86-ാം സങ്കീർത്തനം 9, കർത്താവെ അങ്ങുണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും, അവർ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. 10, കർത്താവ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാകുന്നുവല്ലോ, അങ്ങ് മാത്രം ദൈവമാകുന്നു. അങ്ങ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാകുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ അപ്പാ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ഞങ്ങളെ രക്ഷിച്ച സ്നേഹം ഓർക്കുമ്പോൾ നന്ദി. കാൽവരി ക്രൂശിലെ യാഗം ഓർക്കുമ്പോൾ സ്തോത്രം. യേശുവിൻ്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞതിനായിട്ട് സ്തോത്രം, വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി പറഞ്ഞ് താങ്ക് യു ജീസസ്. കാൽവരി ക്രൂശിൽ ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 2-ാം ദിവസം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടാകണം. ഈ 2-ാമത്തെ ദിവസം അങ്ങ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇന്നത്തെ ദിവസം അങ്ങ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. രോഗാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. നിൻ്റെ ജനം പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ, സ്വസ്ഥത പ്രാപിക്കട്ടെ, സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ കഴിയുന്നവർ, വീടിൻ്റെ വാടക കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ബില്ലുകൾ പേ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കട്ടെ. ഈ 2-ാമത്തെ ദിവസം അങ്ങ് വലിയവരും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ വീണ്ടും ഡിക്ലെയർ ചെയ്യുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മിറക്കിൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, മറ്റാവശ്യങ്ങളുടെ മുഖത്ത് നിൽക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ റിബൽ സ്പിരിറ്റുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭർസിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കുന്ന, പ്രായമുള്ളവരിൽ വ്യാപരിക്കുന്ന എല്ലാ റിബൽ സ്പിരിറ്റുകളും യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോട്ടെ. യഹോവയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന ദേശങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വലിയ റിവൈവൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ ഉണർവുണ്ടാകട്ടെ, അവരുടെ കുടുംബത്തിൽ ഉണർവുണ്ടാകട്ടെ, സഭയിൽ ഉണർവുണ്ടാകട്ടെ, ദേശത്ത് ഉണർവുണ്ടാകട്ടെ. കർത്താവിൻ്റെ മഹിമ ജാതികൾ കാണത്തക്കവണ്ണം വലിയ ദൈവപ്രവൃത്തി നടക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവരെ ഒരിക്കലൂടെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കുന്നവരുടെ മേൽ അവരുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ. സകല രോഗശക്തികളും രോഗത്തിൻ്റെ അനുഭവങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഈ 2-ാമത്തെ ദിവസവും നമുക്ക് വൈകിട്ട് ഇന്ത്യൻ സമയം
9:30 നമ്മുടെ ഈ പ്രാർത്ഥനായോഗം ആരംഭിക്കും. നിങ്ങളെല്ലാവരും അതിൽ വന്ന് പങ്കെടുക്കണം. സാധിക്കുന്നവരെല്ലാം നേരിട്ട് വന്ന് പങ്കെടുക്കുക. യാതൊരു കാരണവശാലും വരാൻ കഴിയാത്തവർ മാത്രം ഓൺലൈനിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ 2 തീമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 2-ാമത്തെ ദിവസം ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുക, എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള. അപ്പം ഈ തിമോത്തിയോസ് എന്ന് പറയുന്ന ആൾ ഒരു യങ് പാസ്റ്ററായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ ആത്മീക പുത്രനാണ്. വെരി യങ്, വളരെ ചെറുപ്പമായ അവസ്ഥയിലാണ്. അപ്പോൾ അദ്ദേഹം ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പലതരത്തിലുള്ള ചലഞ്ചുകൾ, പലതരത്തിൽ സഭയ്ക്കകത്തു നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അദ്ദേഹം ഫേസ് ചെയ്യുക. അപ്പോൾ അപ്പോസ്തലൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത വഴിയെന്ന് പറയുന്നത് കുറച്ചുപേരെ പക്ഷം പിടിക്കുവാനോ അല്ലെങ്കിൽ കുറച്ചുപേരെ നമ്മുടെ പക്ഷത്താക്കി പ്രശ്നങ്ങളെ അതിജീവിക്കാനല്ല, നിന്നിൽ പകർന്നിരിക്കുന്ന കൃപാവരത്തെ നീ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. ആ പദം ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തോണം, അത് കെട്ടുപോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ജ്വലിപ്പിക്കാതിരുന്നാൽ എന്ത് പറ്റും? ഏതൊരു തീയാണെങ്കിലും നമ്മൾ അതിനെ കത്തിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ കെട്ടുപോകും. ഇതുപോലെ നമ്മളിൽ പകർന്നിരിക്കുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുണ്ട്. അത് കെട്ടുപോകാതെ സൂക്ഷിക്കുകയും ജ്വലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ 2-ാമത്തെ ദിവസം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് പകർന്നിരിക്കുന്ന കൃപകൾ ജ്വലിക്കണം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് ഓർമ്മിപ്പിക്കുക, നിൻ്റെ അകത്ത് ഓൾറെഡി കൃപകളുണ്ട്. സ്തോത്രം. അതെന്ത് ചെയ്യണം? ആക്ടിവേറ്റ് ചെയ്യണം. അത് പുറത്ത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ നിനക്ക് ജയിച്ചു മുന്നേറാൻ പറ്റുള്ളൂ. ഇപ്പം മോശയാണെങ്കിലും ജോഷുവയാണെങ്കിലും കർത്താവ് ജോഷുവയോട് പറഞ്ഞു, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം. 1:9 പറഞ്ഞു ജോഷുവയുടെ പുസ്തകം. കാരണം നിൻ്റെ അകത്ത് ഓൾറെഡി ഞാനൊരു മാൻഡിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൃപ നിൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. ഇനി നിൻ്റെ ജോലി എന്തുവാ? അത് ജ്വലിപ്പിക്കണം. ദാവീദാണെങ്കിലും തൻ്റെ ജീവിതയാത്രയിൽ പലപ്പോഴും അഭിഷേകം പ്രാപിച്ചവനാണെങ്കിൽ പോലും പ്രശ്നങ്ങളുടെ മുമ്പിൽ തളർന്നു പോകാവുന്നപ്പോൾ തന്നിൽ തന്നെ അവൻ എന്ത് ചെയ്തു? ബലപ്പെട്ടു. എൻകറേജ്ഡ് ഹിംസെൽഫ്. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം സിക്ലാഗിൻ്റെ അനുഭവമൊക്കെ വന്നപ്പോൾ താൻ അവിടെ എന്ത് ചെയ്തു? തന്നിൽ തന്നെ ബലപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. പുതിയ നിയമസഭയാണെങ്കിലും അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ അവർ ആത്മാവിൽ നിറഞ്ഞെങ്കിലും 4-ാം അധ്യായം വന്നപ്പോൾ വീണ്ടും അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും മഹാശക്തി പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ശക്തിയുടെ മുകളിൽ അവരെന്ത് ചെയ്തു? വീണ്ടും ശക്തി പ്രാപിച്ചു. അപ്പം ഏതൊരു അഭിഷക്തനാണെങ്കിലും ഏതൊരു ദൈവ പൈതലാണെങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ ജ്വലിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ കഴിയൂ. അതിനാണ് ഈ ഉപവാസ പ്രാർത്ഥന. അപ്പോൾ ഇന്നത്തെ പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം. കർത്താവേ, അങ്ങ് എന്നിൽ പകർന്നിരിക്കുന്നതായ ആ കൃപകൾ ജ്വലിക്കുന്ന പകലായി മാറണം. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണം. കൂടുതൽ സമയം കർത്താവിനെ ആരാധിക്കുകയും ദൈവവചനം ഡിക്ലെയർ ചെയ്യുകയും ചെയ്യണം. വായിക്കുകയും അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യണം. വിശ്വാസത്തോടെ ചില പ്രവൃത്തികളൊക്കെ ചെയ്യണം. പറ്റുമെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയൊക്കെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കണം. ചർച്ചിൽ വന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. അതുപോലെ ഫയർ ക്യാരി ചെയ്യുന്നവർ, കൃപ ക്യാരി ചെയ്യുന്നവരോട് കൂടെ നടക്കുവാനും അവർക്ക് ചുറ്റുമായിരിക്കുവാനും അവരോട് കൂടുതൽ സമയം സംസാരിക്കുവാനും ആഗ്രഹിച്ചാൽ അത് കൂടുതൽ അനുഗ്രഹമായിരിക്കും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിൽ പകർന്നിരിക്കുന്ന കൃപകൾ ജ്വലിക്കുന്ന പകലായി മാറട്ടെ. ഈ ഒരു മാസം മുന്നേറുവാൻ ആ കൃപകൾ നിങ്ങൾക്ക് ശക്തി തരും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളിലുള്ള കൃപകൾ ഇന്നത്തെ പകൽക്കാലം ജ്വലിക്കുവാൻ ഇടവരട്ടെ. ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെയും സുബോധത്തിൻ്റെ ആത്മാവ്. ഭയം മാറി ധൈര്യമുള്ളവരായി തീരട്ടെ. ശക്തി ബലഹീനത മാറി ശക്തിയുള്ളവരായി മാറട്ടെ. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. നാളെ പ്രഭാതത്തിൽ വീണ്ടും ഈ സന്ദേശം കേൾക്കുന്നത് വരെയും കർത്താവ് നമ്മളെ എല്ലാവരെയും തൻ്റെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.